എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൈകുന്നേരത്തെ ചായക്കൊപ്പവും പെട്ടെന്നൊരു ഗസ്റ്റെല്ലാം വന്നാലും ബ്രെഡും മുട്ടയും വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 4 കോഴിമുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, ഒരു കൈപ്പിടി മല്ലിയിലയും എടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ആദ്യം കോഴിമുട്ട ഒഴിച്ച് കൊടുക്കുക. പിന്നെ സവാള കട്ട് ചെയ്തത്, സവാളക്ക് പകരം ചെറിയുള്ളിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 10-12 ചെറിയുള്ളി എടുത്താൽ മതി. പിന്നെ പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, ഇഞ്ചി ഇട്ട് കൊടുക്കുക, മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്ത ആ ഒരു മിക്സ് ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബ്രെഡാണ് വേണ്ടത്. ഞാൻ കുറച്ച് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ബ്രെഡിൻ്റെ സൈഡെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇതുപോലെ 4 സൈഡും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ഈ കട്ട് ചെയ്യുന്നത് കളയണ്ട, നമുക്ക് ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് തന്നെ ആവശ്യമുണ്ട് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാൻ. അപ്പോൾ ഈ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എടുത്ത് മാറ്റി വെക്കുക, എന്നിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ എല്ലാ ബ്രെഡും നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു 3 ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒപ്പിച്ച് വെക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു ബ്രെഡ് എടുത്തിട്ട് നമ്മൾ റെഡിയാക്കിയ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, മുട്ടയൊക്കെ ചേർത്തിട്ട് അടിച്ചെടുത്ത ആ ഒരു മിക്സ് ഇതുപോലെ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ഈ ബ്രെഡിൻ്റെ നടുവിലായിട്ട് ഈ ഒരു ബ്രെഡ് വെച്ച് കൊടുക്കുക. ഒരു സാൻഡ്വിച്ച് ടൈപ്പിൽ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക. പിന്നെ ഇതിൽ ഉപ്പെല്ലാം ഉണ്ടാകുന്ന ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ അരക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടതല്ല, അപ്പം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഇതിൽ ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു പിന്നെ മിക്സിന്. നല്ലൊരു ചട്നീൻ്റെ എല്ലാം ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, അതാണ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം, അല്ലെങ്കിൽ 4 പീസായിട്ട് കട്ടാക്കി എടുക്കാം. ഞാൻ 2 രീതിയിലും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2ആയിട്ടും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, 4ആയിട്ടും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സെയിം രീതിയിൽ തന്നെ ബാക്കിയുള്ള ബ്രെഡ് നമുക്ക് സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. ഒരു ബ്രെഡ് എടുത്തിട്ട് ആ ഒരു മിക്സിയിൽ മുക്കിയിട്ട് ഇതുപോലെ നടുവിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് 4ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുക്കുക. അങ്ങനെ എല്ലാം റെഡിയാക്കിയതിന് ശേഷം നമ്മൾ നടുവിൽ ആ ഒരു മിക്സെല്ലാം വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ബ്രെഡിൻ്റെ പീസ് ഇതുപോലെ എടുത്തിട്ട് വീണ്ടും ആ ഒരു മിക്സിയിൽ മുക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ, ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തത് ഞാൻ ഇതുപോലെ മിക്സിയിലെ ജാറിലിട്ടിട്ട് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാം ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയെടുത്ത ബ്രെഡിൻ്റെ പീസ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ നല്ല ചൂടിലായിരിക്കണം. പിന്നെ തീ കുറച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ച് വിട്ടിട്ട് നല്ലതുപോലെ ഫ്രൈ ആയി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളത് കൂടി സെയിം രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഫ്രൈ ആക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെ സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പീസായിട്ട് റെഡിയാക്കിയിട്ട് ഫ്രൈ ചെയ്തത് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളൊക്കെ കാണാൻ കണ്ട അടിപൊളിയാണ്. നല്ലൊരു സാൻഡ്വിച്ച് ടൈപ്പാണ്, കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.